എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇപ്പോൾ വട്ടയപ്പം ഉണ്ടാക്കാൻ വേണ്ടി 1 കപ്പ് പച്ചരിയും 1 ടേബിൾ സ്പൂൺ ഉഴുന്നും കൂടി നമുക്കൊരു ബൗളിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇനിയിപ്പം ഇതൊന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമുള്ള നല്ല ഒരു അടിപൊളി പലഹാരം തന്നെയാണിത്. ഇപ്പോൾ നമുക്ക് ചായയുടെ ഒപ്പവും അതല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ വരെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പം ഞാൻ ആ അരി കുതിരാൻ മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഞാൻ നീർദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു ബൗളിലേക്ക് 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ 250 ml കപ്പിലാണ് ഞാനിവിടെ പച്ചരി എടുത്തിരിക്കുന്നത്. നീർദോശ തന്നെ ഒരുപാട് രീതിയിൽ ഞാൻ ഉണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു നീർദോശ തന്നെയാണ്. വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. അപ്പോൾ അതും കഴുകി വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മാറ്റി വെക്കാം. അപ്പം പിറ്റേ ദിവസമാണ് ഞാനിത് റെഡിയാക്കാനായിട്ട് പോകുന്നത്. രാവിലത്തെ നിസ്കാരവും ഓതലും ഒക്കെ കഴിഞ്ഞ ഉടൻ തന്നെ ഞാൻ ഇതുപോലെ അരയ്ക്കാനൊക്കെ ഉള്ള ടൈമിൽ കിച്ചണിലേക്ക് വന്നിട്ട് അരച്ച് വെക്കും. കാരണം കുറച്ച് നേരം ചിലപ്പോൾ റെസ്റ്റ് ചെയ്യേണ്ട മാവായിരിക്കും. അപ്പം ഞാൻ ആദ്യം തന്നെ നമുക്ക് നീർദോശയ്ക്കുള്ള അരിയൊന്ന് അരച്ചെടുക്കുകയാണ്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ കുതിർത്ത് വെച്ചിരിക്കുന്ന അരിക്കൊപ്പം തന്നെ ഞാൻ 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് തന്നെ ഞാൻ അരച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് ഒഴിച്ച് അരയ്ക്കുന്നത്. അപ്പോൾ 2 ബാച്ചായിട്ടാണ് ഞാനിത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ബാച്ചാണ് കേട്ടോ. നന്നായിട്ടൊന്ന് അരഞ്ഞ് കിട്ടണം. അത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് ബാക്കിയിരിക്കുന്നത് ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് വീണ്ടും ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് ചോറിട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിപ്പോൾ 1/4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ലതുപോലെ വീണ്ടും ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് അരച്ച് നമുക്കതാ ഈ മാവിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ആ മിക്സിയുടെ ജാറിലേക്ക് വെള്ളം ഒന്ന് ചുറ്റിച്ചത് ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് അടച്ചിട്ട് മാറ്റി വെക്കാണ്. ഒരു 10 മിനിറ്റ് മാറ്റി വെച്ചാൽ മതിയാവും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് വട്ടയപ്പത്തിൻ്റെ അരിയൊന്ന് അരച്ചെടുക്കണം. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഞാനിപ്പോൾ ഫസ്റ്റ് ഒരു ബാച്ച് അരച്ചിട്ടാണ് ബാക്കി അരയ്ക്കണത്. നമ്മൾ ആ കുതിർത്ത ഉഴുന്നും അരിയും കൂടി ഇട്ടിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്ത ശേഷം ഞാൻ ഇത് ജാർ തുറന്നിട്ട് ബാക്കിയിരിക്കുന്ന ആ അരിയും ഉഴുന്നിൻ്റെ ആ കൂട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കാരണം ആകെ നമ്മൾ 1 കപ്പല്ലേ ചേർത്ത് കൊടുത്തുള്ളൂ. അപ്പോൾ ഒറ്റ പ്രാവശ്യമായിട്ട് നമുക്കിത് അരച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ഈ അരച്ചിരിക്കുന്ന മാവ് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അത് മിക്സിയുടെ ജാറും കൂടെ കഴുകിയിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണേ. ഇനി നമുക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ട ശേഷം 2 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിതിലേക്ക് ഇളം ചൂടുവെള്ളം ഒരു 1/4 കപ്പ് ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇളം ചൂടുവെള്ളം മാത്രമേ എടുക്കാവൂ. എങ്കിൽ മാത്രമേ ഈസ്റ്റ് ആക്റ്റീവ് ആവത്തുള്ളൂ. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്ക് ഈസ്റ്റൊക്കെ പൊന്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ പതഞ്ഞ് വരണമെങ്കിൽ പുതിയ ഈസ്റ്റ് തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. അപ്പോൾ നമ്മൾ ഈ വട്ടയപ്പത്തിന് അരച്ച് വെച്ചിട്ടില്ലേ, അതിലേക്ക് ഈ പൊങ്ങിയിരിക്കുന്ന ഈസ്റ്റിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് ഇനിയിപ്പം നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ട് നമുക്കിനി ഇത് പൊങ്ങാനായിട്ട് അടച്ച് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിക്ക് വേണ്ടിയിട്ട് മുട്ടയൊന്ന് പുഴുങ്ങാനായിട്ട് വെക്കാണ്. അപ്പോൾ ഞാൻ എഗ് ബോയിലറിലാണ് ഇത് ഒന്ന് പുഴുങ്ങിയെടുക്കണത്. അപ്പം നമുക്ക് ആവശ്യമുള്ള മുട്ട ഇതിലേക്ക് വെച്ചിട്ട് അത് സെറ്റ് ചെയ്ത് ടൈം വയ്ക്കുമ്പോഴേക്ക് കറക്റ്റായിട്ട് അത് റെഡി ആയിക്കോളും. അപ്പം മുട്ടക്കറിക്ക് വേണ്ടിയിട്ട് സവാള എടുക്കുകയാണ്. ഒരു 3 സവാള മാത്രം മതിയാവും. ഇപ്പം ഞാൻ 4 മുട്ടയല്ലേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ രാത്രി ആകുമ്പോഴേക്ക് തന്നെ നമ്മളുടെ ചിന്ത രാവിലെ എഴുന്നേറ്റ് എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും എന്നുള്ളതാണ് അല്ലേ. അപ്പം നമ്മൾ അങ്ങനെ നമ്മളുടെ ഉള്ളിലൊരു മടി വരുമ്പോഴാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കേണ്ടതായിട്ടൊക്കെ വരുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ നമ്മൾ ഒരു പ്ലാനിങ് നടത്തണം, പിറ്റേ ദിവസം എന്തൊക്കെ ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യേണ്ട ജോലികളെല്ലാം എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് പെട്ടെന്ന് ജോലിയൊക്കെ തീർക്കുന്നത്, വളരെ ഈസി ആയിട്ട് തോന്നുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. അത് നമ്മൾ ഈ പറഞ്ഞ മാതിരി എന്തൊക്കെ ചെയ്യാം, രാവിലെ എഴുന്നേറ്റ് നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതല്ലെങ്കിൽ ഉച്ചയ്ക്ക് നമ്മൾ എന്തൊക്കെ
ചെയ്യും. കുക്കിംഗ് മാത്രമല്ല കേട്ടോ, ഒരു വീട്ടാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ടൊക്കെ വരും. അപ്പോൾ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും കൂടുതൽ ശ്രദ്ധിക്കുന്നത് വീട്ടമ്മമാർ തന്നെയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു പ്ലാനിങ് നമ്മളുടെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇതിനിടയിൽ ഇതേ മുട്ട പുഴുങ്ങി വന്നപ്പോഴേക്ക് ഞാനത് തണുത്ത വെള്ളത്തിലേക്കൊന്ന് മാറ്റുവാണ്. അപ്പം നമുക്ക് തോട് പെട്ടെന്ന് പൊളിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതാ ഒരു പാനിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവയിട്ട് പൊട്ടിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഉണ്ടല്ലോ, അപ്പോൾ അത് നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. വഴണ്ട് വന്ന ശേഷം ഞാനിതിലേക്ക് 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ വഴണ്ട് വന്ന ശേഷം 1.5 ടേബിൾ സ്പൂൺ വീതം മുളക് പൊടി, മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടി, ഗരം മസാലപ്പൊടി, പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ആ പൊടികളുടെയൊക്കെ പച്ച മണവും പച്ച ചുവവും മാറത്തക്ക രീതിയിൽ ഇളക്കുന്നതിനോടൊപ്പം തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കിനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ഒരു 3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നത്. കൂട്ടത്തിൽ തന്നെ തിളച്ച വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. എളുപ്പത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് എന്നിട്ട് ഒരു പാകത്തിനുള്ള വെള്ളം ഒഴിച്ച ശേഷം അത് തിളയ്ക്കാൻ വെക്കണം. അപ്പം ഞാൻ ഇതിനിടയിൽ മുട്ടയുടെ തോടൊക്കെ പൊളിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ മുട്ട ഇതുപോലെ കട്ട് ചെയ്ത് വേണമെങ്കിൽ കട്ട് ചെയ്തിടാം. അപ്പം നിങ്ങൾക്ക് മുഴുവനെ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നല്ലവണ്ണം തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം പുഴുങ്ങിയ മുട്ടയെല്ലാം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കറി ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ ഈ സമയം കൊണ്ട് നീർദോശ റെഡിയാക്കി എടുക്കാൻ പോവാണ്. ശരിക്കും നമ്മൾ അരച്ച ഉടൻ തന്നെ നമുക്ക് നീർദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഇടയിൽ മുട്ടക്കറി ഉണ്ടാക്കാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടക്കറി ഉണ്ടാക്കിയ ശേഷം ഇത് ഉണ്ടാക്കാമെന്ന്. കാരണം ഇതിനധികം സമയമൊന്നും എടുക്കത്തില്ല. പാൻ ചൂടായി കഴിഞ്ഞാൽ ഇതുപോലെ മാവ് കോരി ഒഴിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് റെഡിയായി കിട്ടും. ഇപ്പം നമുക്ക് ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നീർദോശ തന്നെയാണ്. നീർദോശയുടെ ഒരുപാട് റെസിപ്പീസ് ഞാൻ നമ്മളുടെ സലു സിമ്പിൾ റെസിപ്പീസിലും നമ്മളുടെ സലു കിച്ചനിലും ഒക്കെ ഇതിനു മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതാകുമ്പോൾ പെട്ടെന്ന് നമുക്കിത് റെഡിയാക്കി മാറ്റാനും പറ്റും. ഇപ്പം രാവിലെ ഈ പറഞ്ഞ മാതിരി നമുക്ക് തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു എളുപ്പ പലഹാരം തന്നെയാണിത്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാതെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയ ശേഷം പറയണം കേട്ടോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ പിന്നെ ചൂടോടുകൂടി തന്നെ ഇവരൊക്കെ വന്നപ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. അപ്പം എല്ലാവരും ഉള്ളപ്പം ഒരുമിച്ചിരുന്ന് കഴിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അപ്പം എപ്പോഴും കിട്ടുന്ന അവസരങ്ങളല്ലല്ലോ ഇത്. ഇതിൻ്റെ കൂട്ടത്തിൽ തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് നോക്കാനായിട്ട് വന്നതാണ്. പിന്നെ ഞാൻ ഇത് കണ്ടോ ബൊഗൈൻവില്ല നല്ല പൂത്ത് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ പൂവ് എപ്പോഴും ഇങ്ങനെ കാണുന്നത്. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ കരിയേപ്പില അത്യാവശ്യം നല്ല രീതിക്ക് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. കണ്ട ഇപ്പോൾ നല്ല പച്ച കളറായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇല വന്നിട്ട്. ഇപ്പം എന്തെന്ന് വെച്ചാൽ ഈ കരിയേപ്പിലയുടെ അടിഭാഗത്തില്ലേ ഇതേ നോക്കിക്കേ, ഇതുപോലെ ഒരു മഞ്ഞ കളറിലെ ഇല അതിങ്ങനെ ഒരു മഞ്ഞ കളർ പിടിച്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം അറിയാവുന്നവരൊന്ന് പറഞ്ഞു തരണേ. അത് എന്ത് ചേർത്താൽ അത് മാറി കിട്ടും എന്നുകൂടി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് ഞാൻ ഈ കരിയേപ്പില കാണിച്ചു തരാമേ. ഈ കരിയേപ്പിലയും ആ നല്ല പച്ചപ്പ് കളറങ്ങ് മാറി. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ തണ്ടിനങ്ങോട്ട് ബലം വയ്ക്കുന്നില്ല കേട്ടോ. ഇതുപോലെയാണ് നിൽക്കുന്നത്. ഞാൻ കട്ട് ചെയ്ത് വിടുന്നൊക്കെ ഉണ്ട്. എങ്കിലും ഇത്ര അങ്ങോട്ട് അങ്ങ് ഭയങ്കര രീതിക്ക് അങ്ങ് വളരുന്നില്ല കേട്ടോ. പിന്നെ ഈ ബൊഗൈൻവില്ലയ്ക്കൊരു സംഭവം ഉണ്ടല്ലേ, ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞു പോകും. ഇതിപ്പോൾ നമ്മൾ ഇന്നാൾ നാട്ടിലെ തക്കാളിയും പച്ചമുളകും ഒക്കെ അതാണ് കേട്ടോ. കുറച്ചിങ്ങനെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിങ്ങനെ വളർന്ന് വരുന്നത് കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്കൊക്കെ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനിയും കരിയേപ്പിലയുടെ കേസ് പോലെ ഇതാകാതിരുന്നാൽ മതിയായിരുന്നു. അപ്പം ഞാൻ പിന്നെ നേരെ വന്നു. ഇനിയിപ്പോൾ നമ്മൾ വട്ടയപ്പത്തിൻ്റെ അരച്ച് വെച്ചതേ പൊങ്ങി വന്നിട്ടുണ്ട്. മാവ് കണ്ട് നല്ല സോപ്പ് പത പോലെ ഇരിക്കുകയാണ്. കറക്റ്റ് കൺസിസ്റ്റൻസിയാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കുകയൊന്നും വേണ്ട. അപ്പം ഞാൻ ഇനിയിപ്പം ഇത് ആവിയേറ്റി എടുക്കാൻ പോവാണ്. അപ്പം ഞാനിവിടെ അലുമിനിയം പാനിലാണ് ഇത് ഉണ്ടാക്കണത്. ഓയിൽ ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം
ഈ മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കും. നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം 1 ഇഞ്ച് തിക്നെസ് വരത്തക്ക രീതിയിൽ ഞാൻ മാവ് ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അടുപ്പിലേക്ക് ആവിച്ചെമ്പ് വെച്ച ശേഷം ഇതുപോലെ പാനിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് ഒരു 15 മിനിറ്റൊക്കെ ഞാനിതൊന്ന് ആവിയേറ്റിയെടുക്കും. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഈ പാത്രം മാറ്റി തണുത്തിട്ടാണ് നമ്മളിത് ഇതിൽ നിന്ന് ഇളക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമ്മളുടെ വട്ടയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സ്റ്റൂ ആണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. എങ്കിലും ഞാനിപ്പോൾ ഒന്നുകൂടി കാണിക്കാം. നമ്മളുടെ ഏത്തപ്പഴം ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് അരിഞ്ഞെടുക്കണം. അപ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയാണ് കേട്ടോ ഞാനിന്ന് കാണിക്കുന്നത്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ച ശേഷം ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കും. മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയേ. അത് തിളയ്ക്കുമ്പോഴേക്കും നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തപ്പഴം ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ പഴുത്ത നല്ല ഏത്തപ്പഴം തന്നെ എടുക്കണം, എങ്കിലാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. പാകത്തിന് മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. അപ്പോൾ ഈ സമയം കൊണ്ട് നമ്മളുടെ വട്ടയപ്പം ഇവിടെ തണുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് ഇളക്കി കണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമാണ്. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളിയാണ് കേട്ടോ. കണ്ട കറക്റ്റ് പരുവമാണ്. സൈഡൊക്കെ നോക്കിക്കേ. ഇതുകൊണ്ടാണ് പറഞ്ഞത് തണുത്ത ശേഷം മാത്രമേ നമ്മൾ പാനിൽ നിന്ന് എടുക്കാവൂന്ന് കേട്ടോ. അപ്പോൾ വട്ടയപ്പം റെഡി ആയപ്പോഴേക്ക് ഞാനത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നമ്മളുടെ ഏത്തപ്പഴവും ഇവിടെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 1 കപ്പോളം 1-ാം പാൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്, തേങ്ങാപ്പാൽ കേട്ടോ. അത് ഇവിടെ ഒഴിച്ചു കഴിഞ്ഞ് ഒരു തള അത്ര മാത്രമേ ഉള്ളൂ. കണ്ടോ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു സ്റ്റൂ അല്ലേ. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്, ഇത് രണ്ടും നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും ഒന്നും മറന്നു പോരുതേ. എങ്കിൽ മാത്രമേ ഞാൻ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുകയുള്ളൂ. ഈ വട്ടയപ്പം നമുക്ക് കറിയുടെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ തേങ്ങാപ്പാൽ ഇതുപോലെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.